ഹായ് ഓൾ, വെൽക്കം ടു ആൽഫ കരിയർസ്. നമ്മളിൽ പല ആളുകളും പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടുത്തതായിട്ട് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനിരിക്കുന്നവരായിരിക്കും. അക്കൗണ്ടൻറ്റ്, അതേപോലെ HR, പിന്നെ ലോജിസ്റ്റിക്സ്, ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, IT ഫീൽഡ്, പിന്നെ ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കോഴ്സൊക്കെ കഴിഞ്ഞു, ഇനി നമ്മളൊരു ജോലിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യേണ്ടത്, ഇതൊന്നും നമുക്ക് പലർക്കും അറിയില്ല. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ട്സിൽ ഒരു BCom കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ടാലി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏകദേശം പഠിക്കുന്ന ഒരു രീതിയിലുള്ള എല്ലാ നോളജും ഉണ്ട്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പം അവിടുത്തെ വർക്ക് കാര്യങ്ങൾ ഏത് രീതിയിലാണെന്നോ, പിന്നെ സോഫ്റ്റ്വെയർ അക്കൗണ്ട്സ് തന്നെ പല തരത്തിലുണ്ട്. ടാലി വരുന്നുണ്ട്, GST, ERP, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യും. ട്രെയിനിങ്ങിൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ സോഫ്റ്റ്വെയർസിന്റെ നോളജ് കാര്യങ്ങൾ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അവർ പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിലുള്ള ഇന്റേൺഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റും അവർ തരും. ചില സ്ഥാപനത്തിൽ 6 മാസമായിരിക്കും, ചില സ്ഥാപനത്തിൽ 1 വർഷമായിരിക്കും ഇതിന്റെ ഇന്റേൺഷിപ്പിന്റെ ആ ഒരു ടൈം പീരീഡ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു HR ആയിട്ട് സ്ഥാപനത്തിൽ കയറാൻ നോക്കുകയാണ്. ഇപ്പം നമ്മൾ ജൂനിയർ ആയിട്ട് കയറാൻ നോക്കുകയാണെങ്കിലും നമ്മൾ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പല സ്ഥാപനങ്ങളിലും തരുന്ന വർക്കുകൾ, അതേപോലെ പല സ്ഥാപനത്തിലുള്ള വർക്കുകൾ. അപ്പം അതൊക്കെ നമുക്ക് ട്രെയിനിങ്, വർക്ക് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കമ്പനിയെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു സ്റ്റുഡൻറ് വന്നു കഴിയുമ്പം അവരെ കൊണ്ട് മൊത്തമായിട്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവർ കാര്യങ്ങളൊക്കെ ഈ നമ്മളെ പുതിയ സ്റ്റാഫിന് അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന പുതിയൊരു ട്രെയിനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ പഠിപ്പിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ സാലറി ആയിരിക്കില്ല കൊടുക്കുക, സ്റ്റൈപ്പൻഡ് ആയിരിക്കും. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നമുക്ക് 5,000 ബിലോ വരുന്നുണ്ട്, ചില സ്ഥാപനത്തിൽ 5,000 എബോ വരുന്നുണ്ട്. അതൊരു സ്ഥാപനങ്ങളെ അപേക്ഷിച്ചിട്ടാണ്. നോർമലി നമുക്ക് അക്കൗണ്ട്സ് ട്രെയിനീസ്, അതേപോലെ ലോജിസ്റ്റിക്സിൽ ട്രെയിനീസ് ആയിട്ട് കയറുന്നവർ, പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT ഫീൽഡ്, ഹെൽത്ത് കെയറിലൊക്കെ നമുക്ക് നോർമലി 5,000 ബിലോസ് കൊടുത്തിട്ടുള്ള ഇന്റേൺഷിപ്സ് ആണ് കൂടുതലും വരുന്നത്. പക്ഷേ ഈ സിവിൽ എഞ്ചിനീയറിംഗിലും അതേപോലെ HR നമുക്ക് 5,000 പ്ലസ് ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്തിട്ട്, അതായത് സാലറി പോലെ തന്നെ ചെറിയൊരു 10,000 ബിലോ ആയിരിക്കും, പക്ഷെ 5,000 എബോ ആയിരിക്കും. ആ രീതിയിലുള്ള പാക്കേജിലുമാണ് നമുക്കിപ്പം ഈ ഒരു ട്രെയിനി പോസ്റ്റിൽ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അക്കൗണ്ട്സ് ട്രെയിനീസ് ആയിട്ട് നമുക്കിപ്പം വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ടാക്സ് ഫേംസിൽ ഉണ്ടാവും, അതേപോലെ CA ഫേമിൽ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അക്കൗണ്ട്സ് ട്രെയിനീസിനെ ഹയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അവർ പല സ്ഥാപനങ്ങളെ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾ ഒരുപാട് പേരെ വെച്ചിട്ട് ഇപ്പം ഇന്റേൺഷിപ്പ് പോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കും, അതോടൊപ്പം സ്റ്റൈപ്പൻഡ് കൊടുക്കും, സ്റ്റൈപ്പൻഡ് വിത്ത് സർട്ടിഫിക്കറ്റ് കേട്ടോ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് നമുക്ക് കാലിക്കറ്റും മലപ്പുറത്തും എറണാകുളത്തൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്റേൺഷിപ്പ് പോസ്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ HR ആയിട്ട് നമുക്ക് പല പല കമ്പനീസിൽ, ഇപ്പം IT കമ്പനീസിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് പല ഹെഡ് ഓഫീസുകളിലേക്കാണ് നമുക്ക് മെയിൻലി HR വേക്കൻസീസ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ജൂനിയർ ആയിട്ട്, അതായത് ട്രെയിൻ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പം നമ്മളെ സീനിയേഴ്സ് ഉണ്ടാവും, അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഈ തുടക്കത്തിലെ സാലറി അല്ലെങ്കിൽ സ്റ്റൈപ്പിന് വളരെ കുറവാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. കാരണം നമ്മൾ ഇത്രയും ഈ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് ഈ ഒരു ട്രെയിനിങ് പീരീഡും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു ജോബിലേക്ക്, അതായത് ഒരു സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തായാലും ഈ ഒരു ട്രെയിനിങ് പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പം ഈ ട്രെയിനിങ് പീരീഡ് തന്നെ ചില ആളുകളുണ്ട് പെട്ടെന്ന് എല്ലാ കാര്യം പഠിപ്പിച്ച് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്ലിയർ ആവും, എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ട്രെയിനിങ് പീരീഡ് ഇവരുടെ ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഈ ഒരു വാലിഡിറ്റി കഴിഞ്ഞതിന് മുമ്പേ തന്നെ സ്റ്റൈപ്പൻഡ് മാറ്റി സാലറി കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അത് നമ്മൾ ഓരോ കാൻഡിഡേറ്റിന്റെയും പെർഫോമൻസ് പോലെയാണ്. നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം പെട്ടെന്ന് തന്നെ ഇവർ പറയുന്നതിനനുസരിച്ച് എല്ലാം ക്യാച്ച് ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഒരു ട്രെയിനിങ് പീരീഡ് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. സാലറി ബേസ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയറിൽ നമുക്ക് ലാബ് ടെക്നീഷ്യൻ വരുന്നുണ്ട്, നേഴ്സ് വരുന്നുണ്ട്, എക്സ്റേ ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ചില സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സ്റ്റൈപ്പൻഡ് ഒന്നും കൊടുക്കാതെ തന്നെ ട്രെയിനീസിനെ വെക്കുന്നവരുണ്ട്. അതായത് നമ്മളിപ്പം കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള പല ആളുകളും
സ്റ്റൈപ്പൻഡ് ഒന്നും വാങ്ങിക്കാതെ തന്നെ ഇപ്പം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. പല സ്ഥാപനത്തിലും ഇപ്പം സ്റ്റൈപ്പൻഡ് കൊടുക്കാതെ ഇങ്ങനെ ട്രെയിനീസിനെ വെച്ചിട്ട് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഫ്രഷറായിട്ട് അപ്ലൈ ചെയ്യാം. ഫ്രഷറായിട്ട് ഇപ്പം ഈ നേഴ്സ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനൊക്കെ ഫ്രഷറായിട്ട് അത് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രഷറായിട്ട് അപ്ലൈ ചെയ്യുമ്പം അത്യാവശ്യം സാലറി പാക്കേജ് ഉണ്ട്. അതുപോലെ തന്നെ HR കേസിലും നമ്മൾ ഈ ഒരു ടൈം പീരീഡ്, അതായത് ഈ 6 month to 1 year ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈ പാക്കേജോട് കൂടെ തന്നെ നല്ല കമ്പനീസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ബിസിനസ് എടുത്താലും അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിപ്പോ നമുക്ക് കോഴ്സുകൾ പല രീതിയിലുള്ളതുണ്ട്, പല വാലിഡിറ്റി വരുന്ന കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളൊക്കെ നമുക്ക് ഇന്ന് എടുക്കുന്ന സ്റ്റുഡൻസും കൂടുതലാണ്, കാരണം ഇതിന് കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് ജോബിന്റെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് ഒരുപാട് പേര് ഇത് ചൂസ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും പറഞ്ഞതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒക്കെ ഇന്റേൺഷിപ്പ് കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. കൂടുതലായിട്ട് 6 മാസമാണ് വരുന്നത്. പക്ഷെ ചില കമ്പനീസിലൊക്കെ 1 വർഷം വരുന്നുണ്ട്. അപ്പം ഈ 6 മാസമൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല പാക്കേജുള്ള വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഈ കോഴ്സസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിന്റെ ആ ഒരു പീരീഡ് കൂടെ മാക്സിമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആ സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് കുറവാണ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ഇല്ല, അത് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രഷർ എന്നുള്ള രീതിയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ ഫ്രഷർ എന്നുള്ള രീതിയിൽ അധികം കമ്പനീസും ഹയർ ചെയ്യില്ല. ഈ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന. നമ്മളൊരു പ്ലേസ്മെന്റ് സർവീസ് ആണ്, അപ്പം നമുക്ക് ഇത്രയും കാലത്ത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. പല കാൻഡിഡേറ്റ്സും നമുക്ക് ഇപ്പം കോഴ്സ് കഴിഞ്ഞ പാടെ ഫ്രഷർ എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വരാറുണ്ട്. പക്ഷെ നമുക്ക് അവർക്കുള്ള ആ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ വേക്കൻസീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല. അതിന്റെ മെയിൻ റീസൺ ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുള്ളവരെയാണ് പല സ്ഥാപനങ്ങളും പ്രിഫർ ചെയ്യുന്നത് എന്ന് തന്നെയാണ്. പിന്നെ നമ്മളൊരു കൺസൾട്ടൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പ് സപ്പോർട്ടിനാണെങ്കിലും പ്ലേസ്മെന്റ് സപ്പോർട്ടിനാണെങ്കിലും നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പം അതായത് 5,000 ബിലോ സ്റ്റൈപ്പൻഡ് വരുന്ന, തീരെ സ്റ്റൈപ്പൻഡ് ഇല്ലാത്തതായാലും 5,000 ബിലോ സ്റ്റൈപ്പൻഡ് ആയാലും നമ്മുടെ പേയ്മെന്റ് ടോട്ടൽ 2,000 ആണ് സർവീസ് ചാർജ് വരുന്നത്. അതിൽ 500 നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് അടയ്ക്കാം, ബാലൻസ് 1,500 ജോയിൻ ചെയ്തതിന് ശേഷം അടയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് സാലറി ബേസ് ആണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ HR ഈ പോസ്റ്റുകളിലൊക്കെ നമുക്ക് 6,000 മുതൽ 8,000 വരെ അല്ലെങ്കിൽ 10ന്റെ ഉള്ളിൽ പേയ്മെന്റ് വരുന്നതുണ്ട്. അങ്ങനെയുള്ളതിന്റെ കേസിൽ നമുക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസും എത്രയാണോ ഫിക്സ് ചെയ്യുന്ന പേയ്മെന്റ് അതിന്റെ 40% സർവീസ് ചാർജും ആണ് വരുന്നത്. അപ്പം നമുക്ക് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അടുത്തതായിട്ട് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യണം, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ ആൽഫ കരിയേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ HR എക്സിക്യൂട്ടീവ് തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് തരുന്നതാണ്. താങ്ക്